ഹായ് കൂട്ടുകാരെ, PSC നോളജ് മിഷൻ്റെ പുതിയൊരു അധ്യയനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കറണ്ട് അഫയേഴ്സാണ്. കഴിഞ്ഞ UPSC പരീക്ഷയ്ക്ക് നമ്മളെല്ലാവരും കണ്ടതാണ്, കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന LPSCക്കും കറണ്ട് അഫയേഴ്സ് പഠിച്ചേ പറ്റൂ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനത്തിൻ്റെ പരീക്ഷണം വിജയിച്ചു. ഇതിൻ്റെ പേര്? ആൻസർ അഗ്നിബാൺ സോർട്ടഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചന യോഗം നടന്നത് എവിടെയാണ്? ആൻസർ കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ, തീവണ്ടികളിൽ വനിതാ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള ഇന്ത്യൻ റെയിൽവേ പദ്ധതി അടുത്തിടെ വിപുലീകരിച്ചു. പേര്? ആൻസർ മേരി സഹേലി, എൻ്റെ കൂട്ടുകാരി. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേര്? മഹാഗുരുവർഷം 2024. അടുത്ത ക്വസ്റ്റ്യൻ, സാറ്റലൈറ്റ് ഇമേജിനറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്? ആൻസർ നൈൽ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി? ആൻസർ നാസ, US. അടുത്ത ക്വസ്റ്റ്യൻ, 17ാം സീസൺ IPL 2020 ക്രിക്കറ്റ് കിരീടം നേടിയത്? ആൻസർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, കാട്ടാനകൾ തീവണ്ടി തട്ടി ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനം? ആൻസർ ഗജരാജ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ആൻസർ രഘുനന്ദൻ കാമത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, മേരി പോപ്പിൻസ് ഉൾപ്പെടെയുള്ള ഹോളിവുഡ് ക്ലാസിക് സംഗീത സിനിമകൾക്ക് പാട്ടെഴുതിയ സഹോദരങ്ങളിലെ അവശേഷിച്ച വ്യക്തി കൂടി വിട പറഞ്ഞു. പേര്? ആൻസർ റിച്ചർഡ് ഷിർമൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തുടങ്ങിയത് എന്നായിരുന്നു? ആൻസർ 1984 ജൂൺ 1. അടുത്ത ക്വസ്റ്റ്യൻ, 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത? ആൻസർ രാധിക സെൻ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ US ബോസ്റ്റണിൽ അന്തരിച്ച ബെറ്റി വാഷിൻ്റെ നേട്ടം എന്തായിരുന്നു? ആൻസർ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം എയർ ഹോസ്റ്റസായി പ്രവർത്തിച്ചു. അടുത്ത ചോദ്യം, ഫ്ലോറിഡയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജനായ ബൃഹത് സോമ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? അതിലെ ആൻസർ 90 സെക്കൻഡിൽ 29 വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാതെ പറഞ്ഞ് 2024 സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ഒന്നാമനായി വിജയിച്ചതിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായത്? ആൻസർ ക്ലോഡിയ ഷെൻബോം. അടുത്ത ക്വസ്റ്റ്യൻ, 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം എത്രയായിരുന്നു? 65.79%. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂൺ 4 അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ? ആൻസർ BRP ഭാസ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ആൻസർ ജൂൺ 5. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ച മണ്ഡലം? ആൻസർ ഇൻഡോർ, മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടനിലെ കോംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? ആൻസർ ബൈജു തിട്ടാല. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിൻ്റെ പേര്? സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, 50ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ ഇറ്റലിയിലെ അബൂലിയയിൽ, ജൂൺ 13 മുതൽ 15 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് എത്രാം തവണയാണ് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ആൻസർ 3ാം തവണ.
അടുത്ത ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. ആൻസർ ഡോക്ടർ എൻ കൃഷ്ണകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്ത ക്വസ്റ്റ്യൻ, വിസ്മൃതനായ ഏത് മലയാളി കാർട്ടൂണിസ്റ്റിൻ്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു 2024 ജൂൺ 11? ആൻസർ അബു എബ്രഹാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്ന് പുതിയതായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എം. പി സുനീർ CPI, ഹാരിസ് ബിരാൻ മുസ്ലിം ലീഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്താണ് ജൂൺ 15-16 തീയതികളിൽ യുക്രൈൻ സമാധാന ഉച്ചകോടി നടന്നത്? ആൻസർ സ്വിറ്റ്സർലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, തെലുങ്ക് മാധ്യമ ലോകത്തെ അതികായകൻ കൂടിയായ ഈനാട് മാധ്യമ ഗ്രൂപ്പ് സ്ഥാപകൻ അടുത്തിടെ അന്തരിച്ചു. പേര്? ആൻസർ രാമോജി റാവു. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂൺ 8 അന്തരിച്ച AJD ജോൺസിംഗ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? വന്യജീവി ശാസ്ത്രജ്ഞനാണ്. ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യൻ യൂണിയൻ്റെ കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ യൂറോപ്യൻ നീതിന്യായ കോടതി ഏത് അംഗരാജ്യത്തിനാണ് 20 കോടി യൂറോ പിഴ വിധിച്ചത്? ആൻസർ ഹംഗറി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം? ആൻസർ ജപ്പാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതമായി എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യം? ആൻസർ വെനസ്വേല. അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ലോകസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA സഖ്യം എത്ര സീറ്റുകൾ നേടി? ആൻസർ 293. പുതിയ മുഖ്യമന്ത്രിമാർ. ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു TDP, ഒഡീഷ മോഹൻ ചരൺ മാജി BJP, അരുണാചൽ പ്രദേശ് പേമ ഖഡ്ഡു BJP, സിക്കിം പ്രേംസിംഗ് തമാക് സിക്കിം ക്രാന്തികാരി മോർച്ച. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കുകയും ചെയ്യരുതേ. താങ്ക്